ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എഴുന്നേറ്റപ്പോൾ തൊട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കുറച്ചധികം തിരക്കായിപ്പോയി. അപ്പം ഡബിൾ മൈൻഡഡ് ആയിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട്, ചാക്കോച്ചിനെ കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു അവന് വലിയ കുഴപ്പങ്ങളൊന്നും കാണാനില്ല, പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓട്ടോ കാത്ത് നിൽക്കുമ്പോഴാണ് ഡിമ്പിളും ഡാഡിയും പുറത്ത് പോയിട്ട് വന്നു. അപ്പം ഡാഡിയെ കൊണ്ട് കൊണ്ടാക്കിക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇത് കയറി ഇരിപ്പുണ്ട്. അപ്പോൾ കുത്തിവെക്കാൻ എളുപ്പത്തിനുള്ള ഡ്രസ്സ് ഇടിപ്പിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. കയ്യിലും കാലിലും എന്തായാലും കുത്തിവെപ്പ് ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് പോയി. എന്നിട്ട് ഞാൻ ഡാഡിയോട് പറഞ്ഞു എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പൊക്കോ, ബുധനാഴ്ചയല്ല നല്ല തിരക്കുണ്ടാവുമ്പോൾ. അതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ മഴയും ഒക്കെ വന്നപ്പം ആകെ അലമ്പായി. ചാക്കോച്ചനും ഭയങ്കര ഇതായിട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുത്തിവെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരമണിക്കൂർ ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലോ, എന്താ പറയുക, ഒബ്സർവേഷൻ ടൈമിൽ അവിടെ നിന്നത് കാലൊക്കെ പൊക്കി. അപ്പോൾ എന്തായാലും ഒരു 4-5 ദിവസം കടച്ചിലുണ്ടാവും എന്ന് പറഞ്ഞു. നല്ല പോലെ വേദന ഉണ്ട് കേട്ടോ, പനിയുമായി, ഒട്ടും വയ്യ അവന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഓട്ടോയും കിട്ടിയില്ല. പിന്നെ ഞാൻ പതുക്കെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നിന്നു. ബസ് വന്നു കറക്റ്റ് സമയത്ത്. അപ്പോൾ എന്നാൽ പിന്നെ ബസ്സിൽ കയറി പോകാമെന്ന് വിചാരിച്ചു. ചാക്കോച്ചൻ്റെ ആദ്യത്തെ ബസ് ജേണിയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് എനിക്ക് ഒട്ടും സമയം ഉണ്ടായില്ല. അവൻ കരച്ചിലും ബഹളമായിരുന്നു. വേഗം റൂമിൽ കൊണ്ടുപോയി. അപ്പോൾ ഇതെനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു ബൾക്ക് ഓർഡറാണ് കേട്ടോ. അപ്പം അതെല്ലാം പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു സെറ്റ്, അതായത് ഒരു കുട്ടി എടുത്താണ് കേട്ടോ. നല്ല ലക്ഷ്മിയുടെ കമ്മലും ഹെവിയാണ്. ഇതൊക്കെ പ്രീമിയം കളക്ഷൻസിൽ വരുന്ന കമ്മലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഹിന്ദു ബ്രൈഡ്സിനൊക്കെ അടിപൊളിയാണ്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിലും ഈ ഒറ്റ കമ്മലും ഒരു സിമ്പിൾ മാലയിട്ട കാര്യം കഴിയും കേട്ടോ. പിന്നെ ഇത് നല്ലൊരു മൾട്ടി കളേഴ്സ് വരുന്ന ഒരു സ്റ്റോണിൻ്റെ ബാങ്കിളാണ്. ഇത് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം ആ കുട്ടി സെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതൊരു കോയിൻ്റെ ഒരു മാലയാണ്. നല്ല കോയിനാണ് കേട്ടോ. ഒരു 1.5 പവൻ തോന്നിക്കുന്ന ഒരു കോയിൻ്റെ ഇങ്ങനെ വരുന്നൊരു മാലയാണ്. അതും നല്ലൊരു സെറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സെറ്റല്ല, മാല മാത്രം, കമ്മലൊന്നുമില്ല. കമ്മൽ വരുന്ന വേറൊരു സെറ്റുണ്ട്. ഇത് വേറൊരു ഓർഡർ വന്ന പേൾ മാലയുടെ ഒരു, ശരിക്കും കോളേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയതാണ്. ഇത് നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള സാൻഡ് സ്റ്റോണിൻ്റെ വളകളാണ് കേട്ടോ. ഇന്നധികം ഓർണമെൻറ്റ്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞ ചാക്കോച്ചനായിട്ട് ഒട്ടും പറ്റാണ്ടായപ്പോൾ ഞാൻ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ കാര്യമായ പണികളും ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ദേ അപ്പം പ്ലേറ്റ് ചെയ്ത് വന്നത് കറക്റ്റായിട്ട് ആൾക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. ഇത് ആളെടുത്തല്ല കേട്ടോ, ഇത് പ്ലേറ്റ് ചെയ്ത് വന്ന രുദ്രാക്ഷത്തിൻ്റെ ബ്രേസ്ലെറ്റാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു വീഡിയോ സെഗ്മെൻറ്റിൽ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇത് ടർക്കോയ്സ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറിന് വരുന്ന സെറ്റാണ്. ലോക്കറ്റ്, കമ്മൽ, മോതിരം, നല്ല അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ വേറെ കുറച്ച് കളർ കൂടെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന മാലകളാണ് കേട്ടോ. എനിക്കിപ്പോൾ സിമ്പിൾ ലുക്ക് മതി എന്ന് പറയുന്നവർക്ക് വേണ്ടി പറ്റിയ മാലകളാണ്. പിന്നെ ഞാൻ ആദ്യം ഒരു പേളിൻ്റെ മാല കാണിച്ചില്ലേ, അത് ഞാനൊന്ന് നെക്കിലിട്ടിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ലതാണ് കേട്ടോ. സിമ്പിളായിട്ട് കുഞ്ഞു പിള്ളേർക്ക് വരെ ഇട്ട് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു മാലയാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകണം, +1 +2 പിള്ളേർക്ക് ഗോൾഡൊന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോവാം കേട്ടോ. പിന്നെ ദേ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ ഈ പാലക്കാട് മാലയ്ക്ക്. നല്ലതാണ്. ഈ ട്രഡീഷണൽ മാലയും സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, അവർക്ക് പറ്റിയതാണ്. പിന്നെ ഇത് നല്ലൊരു മാലയാണ്. ഇത് ആക്ച്വലി നമുക്ക് കോറലിലാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ബ്ലാക്കിലും വന്നു. ഇത് 8 പിടി മാലയാണ്. സോറി കേട്ടോ, എനിക്ക് ഒട്ടും പറ്റണില്ല, കഫും കാര്യങ്ങളുമായിട്ട് പറ്റണില്ല. ഇത് നല്ലതാണ് കേട്ടോ. ഗോൾഡും ബ്ലാക്കും ഒക്കെ നല്ല ഗോൾഡ് ഫിനിഷിംഗ് ഉള്ള ഒരു മാല തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇതാണ് കോറൽ ഞാൻ പറഞ്ഞത്. നല്ല അടിപൊളി ഡെയിലി യൂസിനൊക്കെ പറ്റിയ മാലയാണ്. ബ്ലാക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇടാം. കോറലൊക്കെ ഈ പറയുന്ന പോലെ കുറച്ച് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരെ ഇടാറുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്കിപ്പം എപ്പോഴും ഓർഡർ വരുന്നൊരു ഐറ്റമാണ് കോറലിൻ്റെ ഐറ്റം. പിന്നെ ഞാൻ പറഞ്ഞു രുദ്രാക്ഷത്തിൻ്റെ ബ്രേസ്ലെറ്റ് 2 ലെയർ പോലെ വരുന്നതാണ്. നല്ല ഗോൾഡ് ഫിനിഷ് ഉള്ള ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ രുദ്രാക്ഷം ബ്രേസ്ലെറ്റ് മാലകൾ ഇഷ്ടപ്പെടുന്ന കുറേ പേര് നമുക്കുണ്ട്. ഇത് നമ്മുടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരെ ലോഞ്ച് ചെയ്ത 2-in-1 റിംഗ് ആണ് കേട്ടോ. ഇത് റോസ് ഗോൾഡിലാണ് നമ്മുടെ കയ്യിൽ ഇപ്പം. റോസ് ഗോൾഡും സിൽവറിലുമാണ്. ഇത് മോതിരമായിട്ട് ഉപയോഗിക്കാം, ദേ ഇങ്ങനെ വളയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഏത് സൈസുകാർക്കും ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റത്തിൽ ഒന്നാണ് കേട്ടോ അതോ. അപ്പോൾ ഇത് നമുക്ക് 2 ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. റോസ് ഗോൾഡാണ്, ഗോൾഡല്ല, റോസ് ഗോൾഡിലാണ് ഉള്ളത് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് ഒരു സെറ്റ് കാണിച്ചില്ലേ, ടർക്കോയ്സ് ബ്ലൂ നെറ്റ് സെറ്റ്, അതിൻ്റെ പല കളറിൽ ഉള്ള ഒരു ഇതാണ്. ലോക്കറ്റും കമ്മലും മോതിരവും വരുന്നൊരു സെറ്റാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നൂല് പോലത്തെ മാലയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ സൂഫിയുടെ സിമ്പിളായിട്ട് സ്റ്റോൺ വെച്ച്
വരുന്ന മോതിരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കല്ലുകളാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് കളർ കല്ലുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. റെഡ് മാറ്റി വെച്ചിട്ടുണ്ട്, ഗ്രീൻ മാറ്റി വെച്ചിട്ടുണ്ട്. റെഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. ഗ്രീൻ ഞാനിതുവരെ ഗ്രീൻ ഡ്രസ്സ് ഇടാത്തതുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെ അഡ്ജസ്റ്റബിൾ മോതിരമാണ് കേട്ടോ. ഇതിൻ്റെ ഗുണം ഏത് സൈസുകാർക്ക് ഉപയോഗിക്കാം, സൈസിൻ്റെ ഒരു ഇഷ്യൂ വരില്ല. ഇപ്പം നമ്മുടെ കയ്യിലുള്ള മോതിരങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റിയും അതാണ്. പിന്നെ വലിയ മോതിരം ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഇതും അഡ്ജസ്റ്റബിൾ ആണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ഒരു ഫിനിഷ്, ഗോൾഡ് തന്നെ എന്ന് പറയാം. ഗോൾഡ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് തന്നെ ആണെന്ന് നമുക്ക് പറയുള്ളൂ. പിന്നെ ഞാൻ കുറേ നാളായിട്ട് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞിട്ട് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോതിരം ഈ ഒരു മോതിരമാണ് കേട്ടോ. ഇപ്പം ഒരെണ്ണേ ബാക്കിയുള്ളൂ. ഇതും അഡ്ജസ്റ്റബിൾ ആണ്, നല്ല ഗോൾഡ് ലുക്കുള്ളൊരു മോതിരമാണ്. പിന്നെ ആൻറ്റീക്കിൻ്റെ നല്ല ഒരു ചോക്കറുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് നെക്ലസ് ആയിട്ട് ഇടുന്ന ഒരു നെക്ലസ് അല്ല ചോക്കറുണ്ട് കേട്ടോ. നല്ല കളർ മൾട്ടി, അത് ഗ്രീൻ, റൂബി, വൈറ്റ് ആണ്. നല്ല ആൻറ്റീക്ക് മാലയാണ് കേട്ടോ. ഒരു രക്ഷയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി ഇതിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരൊറ്റ മാല ഇട്ടാൽ മതി, കാര്യം കഴിഞ്ഞു. അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, നല്ല ഒരു പ്രീമിയം കളക്ഷനിൽ വരുന്നൊരു മാലയാണ്. അതിൻ്റെ സെറ്റ് കമ്മലാണ് കേട്ടോ. അപ്പോൾ പിന്നെയും പറയാണ്, ഇത് ആൻറ്റി കളക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ വേണം, ആഗ്രഹമുണ്ട് വാങ്ങിക്കാമെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. കോളല്ല, വാട്സപ്പ് ചെയ്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതാണെന്നുള്ളതൊന്ന് സർക്കിൾ ചെയ്ത് അയച്ചാൽ എനിക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. ഇന്ന് ഞാൻ അധികം സർക്കിൾ ചെയ്ത് അയക്കേണ്ടത് ഇട്ടിട്ടില്ല, പിന്നെ ആ സെറ്റിനായിരിക്കും സർക്കിൾ ചെയ്ത് അയക്കേണ്ടി വരിക. അപ്പോൾ ഇതിനും കമ്മൽ വരുന്നുണ്ട് കേട്ടോ. അത് സിമ്പിളായിട്ടുള്ള കമ്മലാണ്, അതെ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു കമ്മലാണ്. പിന്നെ നമുക്ക് ആദ്യം തൊട്ട് ആൻറ്റിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തൊട്ടുള്ള ഒരു ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഐറ്റമാണിത്. എപ്പോഴും നമ്മൾ ബാക്ക് ടു ബാക്ക് സ്റ്റോക്ക് ചെയ്യണ ഒരു ഐറ്റമാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു ലെയർ ചോക്കറും എന്ന് പറയുന്നത് നമ്മുടെ മെറൂൺ കളറിലും റെഡ് ആ ഒരു ഷെയ്ഡിൽ ഫാമിലിയിൽ വരുന്നത് ലക്ഷ്മി ആയിട്ടുള്ളത് വരുന്നുണ്ട് കേട്ടോ. ഇതും നല്ലതാണ്, നല്ല ഒരു ഫിനിഷിംഗ് ഉള്ളൊരു മാലയാണ്. ഇതിന് കമ്മലും വരുന്നുണ്ട്, ഇങ്ങനെ തന്നെയാണ് കമ്മലും വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് വാങ്ങിക്കണം. ഞാൻ അധികം സാധനങ്ങൾ കുത്തിക്കയറ്റണില്ല, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത്, എനിക്ക് ചില കാര്യങ്ങൾ കാണിക്കുമ്പം എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്കത് ഇഷ്ടമാകും എന്നുള്ളത്. പിന്നെ ഈവിളയുടെ ബ്രേസ്ലെറ്റ് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ ഈവിളയുടെ ഒരു റോസ് ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റാണ്, ലോക്ക് ടൈപ്പാണ്. ഇതിങ്ങനെ അകത്തിയിട്ട് ഇടാൻ പറ്റണ ഒരു ലോക്ക് ടൈപ്പ് ബ്രേസ്ലെറ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 എണ്ണം ബാക്കിയുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ കുറച്ചധികം കൊടുത്തിട്ടുള്ള ഒരു ഐറ്റമാണിത്. പെൺപിള്ളേർ സെറ്റുകൾക്ക് കുറേ ഇഷ്ടമുള്ള. പിന്നെ ലെയർ വള, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വർണ്ണത്തിന് നല്ല വിലയാണ്. എനിക്കും വെഡ്ഡിങ്ങിന് ഉണ്ട് കേട്ടോ ഒരു ലെയർ വള. അപ്പം നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമുണ്ട്, എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ ഇട്ട് നമുക്ക് പൂതി തീർക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത്. 5 ലെയറാണ് വരുന്നത്, 4 ലെയറും ഉണ്ട്, 5 ലെയറും ഉണ്ട്. ഇത് നല്ലൊരു സിമ്പിളായിട്ടുള്ള പേളിൻ്റെ കമ്മലാണ് കേട്ടോ. നല്ലൊരു കമ്മലാണ്. ഇതും ആൻറ്റി കളക്ഷൻസിൽ വരുന്ന ഒരു കമ്മലാണ് കേട്ടോ. ഗ്രീൻ കളറിലും അത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പേള് കണ്ടു, അതുപോലെ ഗ്രീൻ കളറിൽ അവൈലബിൾ ആണ്. നല്ലൊരു ഫോട്ടോയിലും വീഡിയോയിലും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നില്ല, നല്ല ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ സിമ്പിളായി മറ്റേ രൂപങ്ങളൊന്നും വേണ്ടെങ്കിൽ ഇതൊരു പേളിൻ്റെ കമ്മൽ ഉണ്ട് കേട്ടോ. പിന്നെ നവരത്നം കമ്മൽ ഇഷ്ടപ്പെടുന്ന കുറേ പേര് നമുക്കിടയിലുണ്ട്. ഇത് വളരെ ചെറുതായിട്ട് പക്ഷേ നല്ല എലഗൻ ലുക്കുള്ള ഒരു നവരത്നം സ്റ്റഡാണ്. നല്ലതാണ് കേട്ടോ. നല്ല നമുക്ക് ഭയങ്കര മൂവിങ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു കമ്മലാണ് ഇത്. പിന്നെ ഇത് പല കളർ, ബ്ലാക്ക്, റൂബി, ഗ്രീൻ, ബ്ലൂ, വൈറ്റ് വരുന്ന കമ്മലാണ്. കുഞ്ഞ് സ്റ്റഡാണിത്. ഇപ്പം ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളൊരു സ്റ്റഡാണ് കേട്ടോ. അധികം വലുതുമല്ല അധികം ചെറുതുമല്ലാത്തൊരു സ്റ്റഡാണ്. സ്ക്രൂ ടൈപ്പ് ആണ് വരുന്നത്, ബട്ടനല്ല, സ്ക്രൂ ടൈപ്പാണ് പിരി വരുന്നത്. അപ്പോൾ കളേഴ്സ് കണ്ടല്ലോ. അപ്പോൾ ഏതാ വേണ്ടത് വേഗം വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ സാധനം കൈക്കലാക്കിക്കോ. ഇത് നവരത്നം സ്റ്റഡുകളാണ്, കുറച്ച് വലിയ സ്റ്റഡുകളാണ്. ഇത് ഈ പറയുന്ന പോലെ ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ കൂടുതലും സാൻഡ് സ്റ്റോണും നവരത്നം അങ്ങനത്തെ ഐറ്റംസാണ് മുന്നിൽ നിൽക്കുന്നത്. അതിൽ വരുന്ന സ്റ്റഡുകളാണ് കേട്ടോ. നല്ല അടിപൊളി സ്റ്റഡുകളാണ്. ഇതും സ്ക്രൂ ടൈപ്പാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതേ പല ഷേപ്പിൽ ഇതുണ്ടോ, ഏതൊക്കെ ഷേപ്പ് വേണം. ഇപ്പോൾ വലിയ കമ്മലുകളൊക്കെ, അതായത് കുറച്ച് വട്ടമുള്ള കമ്മൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അടിപൊളി. ഇത് ഇപ്പോൾ കാണുന്നത് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീഡിയം സൈസിൽ വരുന്ന നവരത്നം കമ്മലാണ് കേട്ടോ.
അതായത് സ്റ്റഡ്, ഇതൊക്കെ സ്റ്റഡ് ഫാമിലിയിൽ വരുന്നതാണ്. നമ്മളിത് ബാക്ക് ടു ബാക്ക് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും നല്ലൊരു ഫാസ്റ്റ് മൂവിങ് സ്റ്റഡാണ് കേട്ടോ. ഇതിട്ടാനുള്ള ഗുണം നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത്രയും നേരം നമ്മൾ കണ്ടത് കുറച്ച് വലിയ ടൈപ്പ് കമ്മലാണെങ്കിൽ ഇത് മീഡിയം സൈസിൽ വരുന്ന നവരത്നം സ്റ്റഡ്സ് ആണ്. നവരത്നം ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. സാൻഡ് സ്റ്റോണ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതെ, ഇതൊക്കെ ചെറിയതല്ല, ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന മീഡിയം സൈസിൽ വരുന്ന സ്റ്റഡുകളാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ആദ്യത്തേതും മൂന്നാമത്തേതും കൂടുതലും പോയിട്ടുള്ള ഒരു ഇതാണ്. ഇത് വൈറ്റ് ഗോൾഡിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ തുറങ്ങുകയല്ലേ, സ്കൂളും കോളേജും ഒക്കെ റീഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ചില പിള്ളേർക്ക് ഇതൊക്കെ ഇടാൻ ഇഷ്ടമാണ്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു സംഭവമാണ്. ഇതും ഞാൻ നല്ല പോലെ കൊടുത്ത് കുറേ ഒരു ഫാസ്റ്റ് മൂവിങ് ബ്രേസ്ലെറ്റ് ആണ് ഈ കാണുന്നതും. വൈറ്റ് ഗോൾഡ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് എല്ലാവർക്കും. പിന്നെ ഇത് നല്ല ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേസ്ലെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ. ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. അധികം വൈറ്റ് ഗോൾഡ് നമ്മൾ എന്താ പറയുക പാറ്റേൺസ് ഒരുപാട് നമ്മൾ എടുക്കാറില്ല, എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളിത് ഇപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാണ്, പക്ഷെ കുറേ നാൾ കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ചിലപ്പം അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ വേണമെങ്കിൽ വേറെ ഇഷ്ടമുള്ളത് എടുക്കാം. ഇതും നല്ലൊരു ഗോൾഡ് ലുക്കുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഭയങ്കര ഫിനിഷിംഗ് ആണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിന് ഫിനിഷിങ് ഇല്ല. നല്ല ചില കാര്യം കാണുമ്പോൾ നമുക്ക് ഇത് ഞാൻ സ്വർണ്ണക്കട കണ്ടതാണല്ലോ എന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഐറ്റംസൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നാളെ നമ്മൾ നല്ലൊരു വ്ളോഗായിട്ട് വരാം. ചാക്കോച്ചന് ഓക്കെ ആകാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. നല്ല പനിയുണ്ട് കേട്ടോ.